ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, വെപ്പൺ എന്ന് പറയുന്നത്, ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത്, നൂറ്റാണ്ടിൻ്റെ ആയുധം അതൊരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. അതിൽ ഏറ്റവും വലിയ പാഠെന്ന് പറയുന്നത് അമ്മ എല്ലാ മനുഷ്യരുമായിട്ടും അസാമാന്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ടി അമ്മ ഉപയോഗിച്ചിരുന്ന ഒരൊറ്റ ആയുധമാണ്. അതിന് ആയുധം നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടൂൾ എന്ന് പറയാം. ചെമ്പുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കത്തുകൾ വാങ്ങാൻ വരുമ്പോൾ ഞാൻ എന്നും കത്തുകൾ വാങ്ങാനായി പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലും. കാര്യം വെച്ചാൽ പോസ്റ്റ്മാൻ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾക്ക് കത്ത് വിതരണത്തിന് വേണ്ടി ഈ ഞങ്ങളുടെ മലമ്പ്രദേശത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലും. നടന്നു ചെന്നിട്ട് എല്ലാ ദിവസവും ചെല്ലുമ്പോൾ 40-45 കത്തുകളൊക്കെ എനിക്കുള്ള ദിവസങ്ങളുണ്ട്. അത്രയധികം കത്തുകൾ. അപ്പോൾ അവിടെ ആ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഏറ്റവും കൂടുതൽ കത്തുകൾ എനിക്കാണ്. അപ്പോൾ അവർക്കൊരു വലിയ അത്ഭുതമാണ്, ഇതെന്താണ് ഈ പരിപാടി എന്നൊരു പിടുത്തം ആർക്കുമില്ല. വീട്ടിൽ കുറേ കത്തുകളായിട്ട് കവറിൽ കത്തുമായിട്ടാണ് വരിക. ഞാൻ ഒരു പ്രശ്നത്തിന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രശ്നത്തിന്റെ അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ആ പ്രശ്നത്തെ ഇങ്ങനെ പീസാക്കി, ഒരു ബോംബിനെ എങ്ങനെയാണ് പൊട്ടാതിരിക്കുന്ന ഒരു ബോംബിനെ, പൊട്ടാൻ തുടങ്ങുന്ന ഒരു ബോംബിനെ അതിനെ ഡീഫ്യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഉള്ളിലുള്ള വലിയൊരു ബോംബാണെന്ന് വിചാരിക്കും, 4, 5, 10 കിലോ ഉള്ള ഒരു ബോംബാണെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കമ്പോണൻസ് വേർപെടുത്തി കഴിയുമ്പോൾ, നിർവീര്യമാക്കി കഴിയുമ്പോൾ ആ മെറ്റലെല്ലാം വിലയുള്ളതായി മാറുന്നു. നമസ്കാരം, റോബിൻ തിരുമലയാണ്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്ക് 1985 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. നീണ്ട 10-40 വർഷത്തെ അനുഭവങ്ങളും യാത്രകളും അത് തന്ന വേദനകളും ഇഷ്ടങ്ങളും നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ട്. ഒരുപാട് നൂറുകണക്കിന് സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതിലൂടെയുള്ള വളർച്ചകൾ, അതൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്. ലാഭം ചാനലുമായിട്ട് സംസാരിക്കുമ്പോൾ, അതിൻ്റെ പ്രവർത്തകർ എന്നെ ഒന്ന് കാണുമ്പോൾ അവർക്കൊരു പ്രോഗ്രാം ചെയ്യണം എന്ന നിലയ്ക്ക് സംസാരിച്ചു. ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഞാൻ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ചർച്ചകൾ, ടോക്ക് ആവാം എന്ന് തീരുമാനിക്കുകയായിരുന്നു ഉണ്ടായത്. അത് പരസ്പരം ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്. മാത്രമല്ല, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, വെപ്പൺ എന്ന് പറയുന്നത്, ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത്, നൂറ്റാണ്ടിൻ്റെ ആയുധം അതൊരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ശരിയായ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു നെഗോഷിയേഷൻ നടത്തുന്ന ഒരു നെഗോഷിയേറ്റർ അതിന് നടുവിൽ വന്നാൽ മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രാജ്യം, അതല്ലെങ്കിൽ ഒരു നേതാവ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നാലാണ് അത് അവസാനിക്കുക. അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ നിലയ്ക്ക് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്, ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല, ഈ ഒരു ആവശ്യകത, നൂറ്റാണ്ടിൻ്റെ ആവശ്യം എന്ന നിലയ്ക്ക് നിന്നുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. തുടർച്ചയായിട്ട് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ടോക്ക് എന്ന പേരിൽ ഒരു സീരീസ് ഓഫ് ടോക്ക് ആരംഭിക്കാൻ പോവുകയാണ്. അതിനിന്ന് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ യാത്രകൾ ആരംഭിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ജനിച്ച എൻ്റെ ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ജനിച്ച ഒരു സാധാരണ കാർഷിക കുടുംബത്തിലാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലുള്ള കോടഞ്ചേരി എന്ന ഒരു കുഞ്ഞു ഗ്രാമം, മലയോര ഗ്രാമമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലാണ് വയനാട് ചുരമൊക്കെ ഉള്ളത്. തുഷാരഗിരി എന്നൊക്കെ പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം. അപ്പോൾ അത്രയൊന്നും വലിയ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, നിറയെ കർഷകർ മാത്രമുണ്ടായിരുന്ന ഒരു ഭൂപ്രദേശമാണത്. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ, എൻ്റെ അമ്മ അവിടുത്തെ ഒരു വളരെ സജീവമായിട്ടുള്ളൊരു ഇടതുപക്ഷ പൊളിറ്റിക്കൽ അന്തരീക്ഷമുള്ള ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ മെമ്പറായിരുന്നു. ഫാദർ ഒരു തികഞ്ഞ കർഷകനായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് വളർന്നു വന്ന എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകളോടൊക്കെ ഏറ്റവും കൂടുതൽ പരസ്പരം ബന്ധപ്പെട്ടും സംസാരിച്ചും, പ്രത്യേകിച്ച് അമ്മാവന്മാരൊക്കെ രാഷ്ട്രീയ രംഗത്തുള്ളത് കൊണ്ട് തന്നെ, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർ നിരന്തരമായ ആളുകളുടെ പ്രശ്നത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. പക്ഷെ എൻ്റെ ഫാദർ അത്രയൊന്നും കാര്യമായി സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നെങ്കിൽ പോലും അതിനൊരു പശ്ചാത്തലം എനിക്ക് തന്നത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ വീക്ഷണം. അദ്ദേഹം ഒരു നിരീശ്വരവാദി കൂടിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരുപക്ഷെ ആദ്യത്തെ നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരാളായിരിക്കും എൻ്റെ ഫാദർ. അദ്ദേഹത്തിൻ്റെ പേര് ഐപ്പ് തിരുമലയിൽ എന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആവാൻ, പള്ളിയുടെ സ്വന്തം ആളായിരുന്നു. മറ്റു ചില തിക്താനുഭവങ്ങളും പേഴ്സണൽ താല്പര്യങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിന് ചില റിജക്ഷനൊക്കെ വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ വഴിമാറി നടന്നത്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ കണ്ട ഏറ്റവും നല്ല വിശ്വാസിയെ പോലെ ജീവിക്കുന്ന ഒരാളായിരുന്നു ഒരു നിരീശ്വരവാദിയായിട്ടുള്ള എൻ്റെ ഫാദർ എന്ന് പറയുന്നത്. കാരണം മോറൽ സൈഡായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ വീക്ഷണമാണ് എന്നെ സയൻറ്റിഫിക് ആയിട്ട് ഏത് കാര്യത്തിനും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നും അങ്ങനെ നോക്കിക്കാണണമെന്നും എനിക്ക് ഒരു പാഠം നൽകിയത് അദ്ദേഹമാണ്. പിന്നെ അമ്മയുടെ ഒരു വീട്ടുകാരിൽ നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ പാഠങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അമ്മ എല്ലാ മനുഷ്യരുമായിട്ടും അസാമാന്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരുന്നു. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ടി അമ്മ ഉപയോഗിച്ചിരുന്ന ഒരൊറ്റ ആയുധമാണ്. അതിനെ ആയുധം നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ടൂൾ എന്ന് പറയാം. ആരെ കണ്ടാലും മനോഹരമായിട്ട് മനസ്സ് തുറന്ന് അമ്മ പുഞ്ചിരിക്കും. ഇതായിരുന്നു അമ്മയുടെ ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ആളുകളൊക്കെ അട്രാക്ട് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റെക്കഗ്നേഷനുള്ള ആളെന്ന നിലയ്ക്ക് ലീലാമ്മ എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ലീലാമ്മ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആളുകളിങ്ങനെ കൈകാര്യം ചെയ്യുന്ന രീതി ഞാനിങ്ങനെ ഒരേ സമയത്ത് തന്നെ നിരവധി ആളുകളെ അമ്മ ഇങ്ങനെ ഡീൽ ചെയ്യുന്ന കാണാം. ഒരാളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ അടുത്ത് വരുന്ന ആളെ നോക്കി ഒരു ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് അവരെ അവിടെ വിളിച്ച് ഒരു പുഞ്ചിരിയിലൂടെ അവരെ ആകർഷിച്ച് അനുകൂലമായൊരു ശ്രദ്ധയുണ്ടാക്കി അവരെ അവിടെ എത്തിച്ച് അവനോട് വിശേഷം ചോദിച്ചിട്ട് ഇയാളെ അവിടെ നിർത്തി ഇയാളോട് സംസാരിച്ച് മൂന്നാമതൊരാളെ കൂടി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഡാൻസിങ് പരിപാടിയായത്. കണ്ണുകൾ കൊണ്ട് വളരെ കലാപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അമ്മ അതിന് പ്രത്യേകിച്ച് എഫേർട്ട്ലെസ് ആയിട്ട് അമ്മ അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അവരോട് സൗഹൃദ മനോഭാവം കാണിക്കുക എന്നത് ഒരുപക്ഷെ ഞാൻ അമ്മയിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. കമ്മ്യൂണിക്കേഷൻ്റെ ബാലപാഠങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് അമ്മാവന്മാരിലെ മൂത്ത അമ്മാവനായിട്ടുള്ള സഖാവ് ജോസ് വർഗീസ്. അപ്പോൾ അദ്ദേഹത്തെ കോഴിക്കോട് ജില്ലയിലെല്ലാം അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആളുകളോട് നെഗോസിയേഷൻ, രാഷ്ട്രീയ കാര്യങ്ങളിലും ആളുകളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ അദ്ദേഹം പരിഹരിക്കുന്നതിൽ കാണിക്കുന്ന മിടുക്കെന്ന് പറഞ്ഞാൽ അസാമാന്യ മിടുക്കാണ്. അപ്പം ഞാൻ കണ്ട ഏറ്റവും മികച്ച നെഗോഷിയേറ്ററായിട്ട് അമ്മാവനെയാണ് ഞാൻ കാണുന്നത്. പ്രശ്നങ്ങളൊക്കെ മധ്യസ്ഥം വഹിച്ച് തീർക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രശ്നത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രശ്നത്തിൻ്റെ അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ആ പ്രശ്നത്തെ ഇങ്ങനെ പീസാക്കി ഒരു ബോംബിനെ എങ്ങനെയാണ് പൊട്ടാതിരിക്കുന്ന ഒരു ബോംബിനെ പൊട്ടാൻ തുടങ്ങുന്ന ഒരു ബോംബിനെ അതിനെ ഡീഫ്യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ബോംബാണെന്ന് വിചാരിക്കും, 4, 5, 10 കിലോ ഉള്ള ഒരു ബോംബാണെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസ് വേർപെടുത്തി കഴിയുമ്പോൾ, നിർവീര്യമാക്കി കഴിയുമ്പോൾ ആ മെറ്റലെല്ലാം വിലയുള്ളതായി മാറുന്നു. അത് വിലയുള്ളതാണ്, പൊട്ടിക്കഴിഞ്ഞാൽ വിലയില്ല, അപകടകാരിയാണ്. പക്ഷെ അത് ഡീഫ്യൂസ് ചെയ്യുമ്പോൾ അത് വിലയുള്ളതായി മാറുന്നു. അതുപോലെ അമ്മാവൻ കൃത്യമായിട്ട് ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി സംസാരിപ്പിച്ച് പറയാനുള്ളത് കേട്ട് ആ പ്രശ്നത്തെ ഇങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു മാജിക് ഉണ്ടല്ലോ, ഇത് ഞാൻ കണ്ടു പഠിച്ച ഒരാളാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു എൻ്റെ ഒരു സ്കില്ല് വളർന്നു വന്നത്. പഠിക്കുന്ന സമയത്ത് ഞാൻ ആളുകളോട്, എൻ്റെ കൂട്ടുകാരോടൊക്കെ ധാരാളമായി സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സിനിമ കാണാൻ ഒരു അനുഷ്ഠാനം പോലെയായിരുന്നു തൊട്ടടുത്തുള്ള തിയേറ്ററിൽ നിന്ന്. ഒരു കൊട്ടക എന്ന് പറയും, വിമല ടാക്കീസ്. അപ്പോൾ അവിടെ നിന്ന് ഈ സിനിമ കണ്ട് ആ കണ്ട കഥകൾ ആളുകളോട് പറഞ്ഞ് ഒരു പവർഫുൾ സ്റ്റോറി ടെല്ലർ എന്ന നിലയ്ക്ക് വളർന്നു വരാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇമാജിനേഷനാണ്. അപ്പോൾ ഇമാജിനേഷൻ വെച്ചുകൊണ്ട് ഞാൻ അപ്പോഴേ തീരുമാനിച്ചിരുന്നു എന്തെങ്കിലും സിനിമയിൽ എത്തണമെന്ന്. എൻ്റെ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്, ആ ഒരു സംഗതി ആരംഭിക്കുന്നത് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ നാട്ടിൽ നിന്നും കുറച്ചുകൂടെ ഒരു 10-12 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക്, ഇന്ന് തുഷാരഗിരി എന്ന് പറയുന്ന ആ ഏരിയയിലേക്കാണ് ഞങ്ങളുടെ ഒരു പറിച്ചു നടൽ ഉണ്ടായത്. ഒരു ചെറിയ കുടിയേറ്റം. ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ്, നല്ല വിലയ്ക്ക് കിട്ടിയാൽ സ്ഥലമൊക്കെ കൊടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക്, പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും, പുതിയ മേച്ചിപ്പുറങ്ങൾ തേടി പോകും. അപ്പം അങ്ങനെ എൻ്റെ പിതാവ് ഒരു ഷിക്കാരി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് വേട്ടയാടൽ ഒക്കെ ഒരു വലിയ വിനോദം പോലെയായിരുന്നു. അപ്പോൾ അതിന് കുറച്ചുകൂടെ കാടുകൾക്ക് അടുത്തുള്ള ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ അങ്ങനെ പോയി അവിടെ പുതിയ കൃഷിയൊക്കെ ഇറക്കി നല്ല സൗകര്യങ്ങൾ ജീവിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്നും അങ്ങോട്ട് പെട്ടെന്ന് പറിച്ചു നടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ മലമ്പ്രദേശത്ത് വലിയ കുന്നുകളാണ്, കാട് നിറഞ്ഞ, വഴിയൊന്നും അത്ര തീരെ സൗകര്യമില്ല, ചെളി നിറഞ്ഞ വലിയ കല്ലുകളൊക്കെ, ബോളർ പോലെ കല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ജീപ്പുകളൊക്കെ വല്ലപ്പോഴും ചാടി മറിഞ്ഞ് കുത്തനെ കയറ്റം കയറി വരുന്ന, നടക്കാൻ പോലും പ്രയാസമുള്ള ഒരു പ്രദേശത്ത് പുഴ മുറിച്ച് കടന്ന് പോകാൻ എപ്പോഴും മിക്കവാറും വർഷത്തിൻ്റെ ഒരു 3/4% അല്ല 90% മഴയായിരിക്കും. അപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രണ്ടാമത്തെ പ്രദേശമായ വൈത്തിരിയുടെ വൃഷ്ടിപ്രദേശത്താണ് ഞങ്ങളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, ആ ഏരിയ. അപ്പം 24 hours ചിലപ്പോൾ മഴയുണ്ടാവും. ഇപ്പം കാട്ടിൽ മഴ പെയ്യും. ഇപ്പം ഉരുൾപൊട്ടൽ നടന്ന കള്ളാടി പോലുള്ള ചൂരൽമല ആ ഏരിയയിലാണ്. അവിടെ നിന്നുമാണ് ഈ ചെറിയ കാട്ടിലൊക്കെ ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പുറത്ത് കാണാൻ വയ്യാത്ത വിധം കുഞ്ഞു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും മലവെള്ളം ശരിക്കും കുത്തി ഒലിച്ചു വരും. ശാന്തമായിരിക്കുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഒലിച്ചുപോയും അപകടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് എല്ലാ ദിവസവും ഈ സ്ഥലത്തെത്തിയിട്ട് വീട്ടിൽ നിന്നും യാത്ര പോകും.
ഈ യാത്ര പോകുന്നത് ആരെങ്കിലുമൊക്കെ കാണാനും, കാരണം അങ്ങനത്തെ ഒരു സൗകര്യത്തിൽ ജീവിച്ച ഒരാളാണല്ലോ. അപ്പം ഞാനിങ്ങനെ പോയിട്ട് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിനകത്തൊന്ന് പുറത്തു കടക്കാനായിട്ട് ഞാനൊരു പുതിയ മാർഗം കണ്ടുപിടിച്ചു, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മാർഗം കണ്ടുപിടിച്ചു. ആ മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കാലത്ത് ഈ ചില മാഗസിനുകളിൽ പെൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് തൂലികാ സൗഹൃദം എന്ന് പറയും. നമുക്കിഷ്ടമുള്ള ആളുകളുടെ കുറേ ആളുകളുടെ അഡ്രസ്സ് ഉണ്ടാവും, സൗഹൃദം ആഗ്രഹിക്കുന്ന ആളുകളുടെ അഡ്രസ്സ് ഉണ്ടാവും. ഇന്ന് ഡിജിറ്റൽ മീഡിയയിൽ കാണുന്നത് പോലെയാണ്. അപ്പോൾ അത് പ്രിന്റ് മീഡിയയിലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ സരോവരം, ആ മാഗസിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മാഗസിനാണ്. അപ്പോൾ അതിൽ കുറേ ആളുകളുടെ, സരോവര മാഗസിനിൽ കുറേ പേരുടെ അഡ്രസ്സുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാനിങ്ങനെ കത്തെഴുതും. ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ, ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം, അതൊരു പക്ക ഒരു സാധാരണ ശാലീന സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം, ഒരു ടിപ്പിക്കൽ ഗ്രാമമല്ല. മലകളൊക്കെ നിറഞ്ഞിട്ടുള്ള കാട്ടുമൃഗങ്ങളും പുഴയും ഒക്കെയുള്ള വൈൽഡ് ലൈഫിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെയുള്ള ആദിവാസി, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി കോളനികളിലൊന്ന് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലാണ്. അവിടെ ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആ കഥകളൊക്കെ ആൾക്കാർക്ക് എഴുതി ആളുകൾക്ക് എഴുതുമ്പോൾ അവർ വലിയ ആവേശത്തോടെയാണ് ഈ കത്തുകളൊക്കെ കിട്ടുന്ന ആൾക്കാർ എനിക്ക് തിരിച്ചു മറുപടി എഴുതും. അവരവരുടെ ഗ്രാമത്തിനെ കുറിച്ച് എഴുതും. അപ്പോൾ അങ്ങനെ എൻ്റെ ചെമ്പുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കത്തുകൾ വാങ്ങാൻ വരുമ്പോൾ, ഞാൻ എന്നും കത്തുകൾ വാങ്ങാനായി പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലും. കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ്മാൻ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾക്ക് കത്ത് വിതരണത്തിന് വേണ്ടി ഈ ഞങ്ങളുടെ മലമ്പ്രദേശത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലും. നടന്നു ചെന്നിട്ട് എല്ലാ ദിവസവും ചെല്ലുമ്പോൾ 40-45 കത്തുകളൊക്കെ എനിക്കുള്ള ദിവസങ്ങളുണ്ട്. അത്രയധികം കത്തുകളാണ്. അപ്പോൾ അവിടെ ആ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ഏറ്റവും കൂടുതൽ കത്തുകൾ എനിക്കാണ്. അപ്പോൾ അവർക്കൊരു വലിയ അത്ഭുതമാണ്, ഇതെന്താണ് ഈ പരിപാടി എന്നൊരു പിടുത്തം ആർക്കുമില്ല. വീട്ടിൽ കുറേ കത്തുകളായിട്ട് കവറിൽ കത്തുമായിട്ടാണ് വരിക ഞാൻ. എന്നിട്ട് ഈ കത്തുകൾ മുഴുവൻ വായിക്കും. ആ കത്തുകൾ വായിച്ചിട്ട് അതിന് മറുപടി എഴുതണം. അപ്പോൾ അതിന് ഇല്ലൻ്റ് വാങ്ങണം, അതിന് പൈസ വേണം. അപ്പോൾ അത് ഫാദറിനോട് പൈസ ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലൻ്റ് വാങ്ങാനാണെന്നൊക്കെ പറയാൻ പറ്റില്ല. മറ്റെന്തെങ്കിലും പേരിലൊക്കെയാണ് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഈ കത്തുകൾ എഴുതുക. അത് വലിയ ഒരു ലാവിഷായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അന്ന്. അങ്ങനെ കത്ത് എഴുതി ഈ എഴുത്തന്നെ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുമ്പാണ്, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പറിച്ചു നടപ്പെട്ടത്. അപ്പോൾ പിന്നീട് വിദ്യാഭ്യാസം തുടരാനും കഴിഞ്ഞില്ല. അപ്പോൾ ഈ എഴുത്തിലൂടെ ഇങ്ങനെ ശക്തമായി ഇത് വന്ന് കത്തെഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഈ കത്ത് കൊടുത്തുകൊണ്ടിരുന്ന പോസ്റ്റ്മാൻ, അവിടുത്തെ പോസ്റ്റ്മാനോട് പറഞ്ഞു, റോബിൻ ഇങ്ങനെ പോകുമ്പം ഈ കത്ത് കൂടി. അപ്പം ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്തു, ഞാൻ കൊടുത്തുകൊള്ളാം കത്ത്, നിങ്ങൾ ആ മല കയറി ബുദ്ധിമുട്ടുണ്ട. അങ്ങനെ ഞാൻ ഈ കത്തുകൾ വാങ്ങിച്ചിട്ട് ചില കടകളിലൊക്കെ ഏൽപ്പിക്കണം. അവിടെയാണല്ലോ, ആ കടകളിലാണ് ഏൽപ്പിക്കുക. അവിടെ വന്നിട്ട് ആൾക്കാർ എനിക്ക് കത്തുണ്ടോ എന്ന് ചോദിക്കും. ആ കത്ത് എടുത്ത് നോക്കും, അത് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ടാവും, ചെറിയൊരു റാക്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് ആൾക്കാരെടുത്ത് നോക്കും, അവരവരുടെ കത്തുകൾ അവരവർ കൊണ്ടുപോകും. അങ്ങനെയാണ് പതിവ്. അപ്പം ഞാൻ ഈ കത്തുകൾ കൊണ്ടുപോയി ഇത് ഒരു പടി കൂടി കടന്നിട്ട് ഞാൻ ഈ പോകുന്ന വഴിക്ക് അറിയുന്ന വീടുകളിലൊക്കെ കയറി കൊടുക്കും. അപ്പോൾ അവരൊക്കെയായിട്ട് ഇങ്ങനെ സൗഹൃദമാണ്. ആ ഒരു വിശേഷങ്ങളൊക്കെ ചോദിച്ച്, അപ്പോൾ ഇന്നയാളാണ്, അപ്പോൾ വെൽ നോൺ ആയിട്ടുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് അറിയാം. പെട്ടെന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ആളുകളുമായിട്ട് ഇങ്ങനെ പതുക്കെ ആ സൗഹൃദം ഇങ്ങനെ വളർന്നിട്ട് സംസാരിച്ചാണ് പരസ്പരമുള്ളൊരു ബന്ധം. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ എന്നെ അറിയാം. കുറേ അധികം, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അല്ല, ഒരു 4-5-10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്കൊക്കെ എൻ്റെ പഴയ നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം. അതിന് പുറമെ ഈ പുതിയ സ്ഥലങ്ങളിലൊക്കെ എന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യം വന്നു. അപ്പം ഞാൻ ഈ ഒരു രീതി പിന്നീട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് എന്നെ അറിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും. അതെൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഈ കത്തെഴുത്ത് വന്ന് പിന്നീട് ഞാൻ കോഴിക്കോട് സിറ്റിയിലേക്ക് പറിച്ചു നടപ്പെട്ടു. ആ പറിച്ചു നടപ്പെട്ടിട്ട് പല ആളുകളുമായിട്ടും പരസ്പരം ബന്ധപ്പെട്ട് പോകുന്നതിനിടയ്ക്ക് ഈ കത്തുകൾ അതിനൊരു കാരണമായി എന്നുള്ളതാണ്. ഈ എഴുതിയ കത്തുകളിലുള്ള അന്നുണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, കോഴിക്കോട്ടുള്ള സുഹൃത്തുക്കളൊക്കെ വലിയ പ്രിയപ്പെട്ട ആളായിട്ട് പിന്നീട് മാറുകയും ആ പഴയ ഞാൻ അയച്ച കത്തുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളൊക്കെ ആയിട്ട് പിന്നീട് മാറി. അതിനേക്കാളും കൗതുകരമായ മറ്റൊരു കാര്യം, ഞാൻ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ സജീവമായി സിനിമയുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയി പോകുന്നതിനിടയ്ക്ക് വളരെ മോശമായൊരു സിറ്റുവേഷൻ ഉണ്ടായി. കുറേ ഹിറ്റ് പടങ്ങളൊക്കെ എഴുതിയിട്ട് പിന്നീട് നമ്മുടെ കയ്യിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു നിരാശയിലേക്കൊക്കെ പോയി പ്രൊഫഷണലി കുറച്ചുകൂടെ താഴോട്ടൊക്കെ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കോൾ എനിക്ക് വരുന്നത്. എൻ്റെ നമ്പർ എവിടുന്നോ എടുത്തിട്ട് വിളിക്കുന്നതാണ്. അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ജോണി ഫൈൻ ആർട്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ നടത്തുന്ന ജോണിയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയായി, കോട്ടയത്തു നിന്നും കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും എനിക്ക് കത്തെഴുതുന്ന ജോണി. ആ ജോണിയാണ് വീണ്ടും എനിക്ക്
കോൾ വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പഴയ ജോണി. അങ്ങനെ ഞാൻ അബുദാബിയിൽ എത്തുകയാണ്. ആദ്യമായി ഗൾഫിലെത്തുന്ന അങ്ങനെയാണ്. അബുദാബിയിൽ എത്തിയിട്ട് ആ അബുദാബിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് അബ്ദുൾ അസീസ്. അപ്പം അത് KK മൊയ്തീൻ കോയ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ടുള്ള അബുദാബിയിലുണ്ടായിരുന്ന ആള്. എൻ്റെ പഴയ ഒരു സുഹൃത്തുമാണ്, കോഴിക്കോട്ടുകാരനായിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് പണ്ടത്തെ മറ്റൊരു പെൻ ഫ്രണ്ട് ആയിട്ടുള്ള അബ്ദുൾ അസീസിനെ പരിചയപ്പെടുന്നത്. ആ അബ്ദുൾ അസീസിൻ്റെ കെയർ ഓഫിൽ ഞങ്ങളൊരു സിനിമ പ്ലാൻ ചെയ്യുകയും അങ്ങനെയാണ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന, ഞാൻ ആദ്യമായി സംഗീതം ചെയ്യുന്ന ചെമ്പട എന്നൊരു സിനിമ സംഭവിക്കുന്നത്. ഇതിനൊരു തുടർച്ച നോക്കിക്കോളൂ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിലിരുന്ന് കത്തെഴുതി ദൂരെ ഇരിക്കുന്ന കാണാത്തൊരു സുഹൃത്തിനു വേണ്ടി ഒരാശയവിനിമയം നടത്തിയിട്ട് ആ ആശയവിനിമയം കറങ്ങി വന്നിട്ട് വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി മാറുക. അതിലൊരാൾ എന്നെ ആദ്യമായിട്ട് ഗൾഫിലേക്ക് ക്ഷണിക്കുന്നു, അവിടെ വെച്ച് മറ്റൊരാളെ കണ്ടുമുട്ടുന്നു, അതൊരു പ്രോജക്റ്റായി മാറുന്നു. ഈ തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സംഭവിക്കുന്നുണ്ട്.